ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രധാനമായും ചെയ്യാൻ ഒരു കാരണമുള്ളത് ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പുതുതായി വരുന്ന ആൾക്കാർക്ക് ലൈവ് ചെയ്യുമ്പോൾ അതെങ്ങനെ ലൈവ് ചെയ്യണം എന്ന് തൊട്ട് മോഡറേറ്റർ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ലൈവ് മെസ്സേജുകൾ സ്റ്റക്ക് ആവുന്നു, അതെങ്ങനെ മെസ്സേജുകൾ തിരിച്ചെടുക്കാം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ച ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് കാണിച്ചു തന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്, പുതുതായി വരുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് ചേച്ചി മോഡറേറ്റേഴ്സ് എന്ന് ചോദിച്ചിരുന്നു. മോഡറേറ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ സെക്യൂരിറ്റി, അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പെട്ടെന്ന് നമുക്കറിയാം ഒരുപാട് ഞരമ്പന്മാരുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പം നമ്മൾ മെസ്സേജ് മുകളിൽ നിന്ന് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ബാഡ് കമൻറ്റുകൾ റിമൂവ് ചെയ്യാൻ ഈ മോഡറേറ്റേഴ്സിന് കഴിയും. ഒരു ചാനലിന് ഒരുപാട് മോഡറേറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലൈവുകളിൽ നമ്മൾ ലൈവ് തുടങ്ങുന്ന സമയം തൊട്ട് കഴിയുന്ന സമയം വരെ നമ്മളോട് നിന്ന് സഹകരിക്കുന്ന ഒരുപാട് ചങ്ക് കൂട്ടുകാരുണ്ട്. അങ്ങനെ വിശ്വാസമുള്ള ചങ്ങാതിമാർക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്കാണ് നമ്മൾ മോഡറേറ്റർ സ്ഥാനം കൊടുക്കുന്നത്. മോഡറേറ്റർ 2 തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, മാനേജിങ് മോഡറേറ്റർ. മാനേജിങ് മോഡറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഉടമയെ പോലെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡറേറ്റർ സ്ഥാനമാണ് മാനേജിങ്. എന്തും മാനേജ് ചെയ്യാൻ കഴിയും. ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ചാനൽ മുതലാളിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നോ അതുപോലെ തന്നെ ഈ മോഡറേറ്ററിനും ചെയ്യാൻ കഴിയും. രണ്ടാമതായുള്ളത് സ്റ്റാൻഡേർഡ് മോഡറേറ്ററാണ്. ഒട്ടുമിക്ക ആൾക്കാരും സ്റ്റാൻഡേർഡ് മോഡറേറ്ററാണ് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് 5 കാര്യങ്ങൾ കാണാൻ പറ്റും. ഹോം, ഷോർട്സ്, പിന്നെ ഒരു പ്ലസിൻ്റെ ഒരു ചിഹ്നം കാണാം, പിന്നെ സബ്സ്ക്രിപ്ഷൻസ്, നമ്മുടെ ചാനൽ, ഇത്രയും കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൽ ഈ പ്ലസ് പോയിൻ്റ് നമുക്കൊന്ന് ഞെക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാനിതിപ്പോൾ ബാക്ക് ക്യാമറ ഇടുകയാണ്. ഏകദേശം ഈ ലെവലിൽ വന്നിട്ടുണ്ട്. ലൈവിൻ്റെ ഓപ്ഷൻ കണ്ടു. അതിൽ നമുക്ക് ഏറ്റവും സൈഡ് ഭാഗത്തായിട്ട് ഒരു പേന പോലുള്ളൊരു കാര്യം കാണാൻ പറ്റും. അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈവ് ഓപ്ഷൻസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ പേന ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തൊടുമ്പോൾ താഴ്ഭാഗത്തായിട്ട് ടേക്ക് തമ്പനെയിൽ, അപ്ലോഡ് തമ്പനെയിൽ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാം. അതിൽ ടേക്ക് തമ്പനെയിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓണായി ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അപ്ലോഡ് തമ്പനെയിൽ എന്ന് പറയുന്ന 2ാമത്തെ ഓപ്ഷൻ ഞെക്കുമ്പോൾ നേരെ ഗാലറി പോയിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക് പോയി. ഇപ്പോൾ ഏകദേശം ഈ ലെവലിലാണ് ഉള്ളത്. അതിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കാം. ഞാനിപ്പോൾ കൂട്ടുകാരെ വായോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടുകാരെ വായോ എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തു. ഒരു ഇമോജി സെലക്ട് ചെയ്യാം. ഇമോജി സെലക്ട് ചെയ്ത് അതിന് ശേഷം ബാക്ക് പോവുക. ബാക്ക് പോയതാൽ പബ്ലിക്കിലാണോ നോക്കുക. നമ്മൾ ലൈവ് പോകുന്നത് പബ്ലിക്കിലോട്ടാണ്. അപ്പോൾ പബ്ലിക്കിലാക്കി വെക്കുക, അല്ലെങ്കിൽ പബ്ലിക്കാക്കി വെക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കാണാം. അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറില്ല. അതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ 2 ഇത് കാണാം. യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാം. ഇതിൽ നോ ഇറ്റ്സ് നോട്ട് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കുക. ഗോ ലൈവ് ഓപ്പൺ ആവും. ഈ ഗോ ലൈവ് ഞെക്കുക. ഇതിപ്പോഴും നമ്മൾ ലൈവ് പോവുകയാണ് ചെയ്യുന്നത്. നിലവിൽ ലൈവിലാണുള്ളത്. ഇതിൽ ഇവിടെ ബെൻസിൽ എന്ന് പറയുന്ന ഒരാൾക്ക് നമുക്ക് ബ്ലൂ കൊടുക്കണം. അതിന് അയാളുടെ കാണുന്നില്ലേ, അയാളുടെ ഈ ഒരു പേര് നമുക്കൊന്ന് അമർത്തി പ്രസ് ചെയ്യാം.
അപ്പോൾ അതിൽ പിന്ന്, റിപ്പോർട്ടർ, റിമൂവർ, ചാനൽ ആക്ടിവിറ്റി, ആഡ് ആസ് മോഡറേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം കാണും. അതിൽ ആഡ് ആസ് മോഡറേറ്റർ ഞെക്കുക. അപ്പോൾ അതിൽ മാനേജിങ് മോഡറേറ്റർ, സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ 2 ചിഹ്നം കാണും. അതിൽ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുക്കുക. അപ്പോൾ അവർ നമ്മുടെ ചാനലിലെ മോഡറേറ്ററായി മാറി. അപ്പോൾ ബെൻസിൽ നമ്മളിപ്പം ബ്ലൂ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട്, ചേച്ചി മെസ്സേജ് കിട്ടുന്നില്ല. അതിന് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കണ്ടോ, ഇത് ഞെക്കുക. അതിൽ ചാറ്റ് ഫിൽറ്റർ എന്ന് പറയുന്ന ഫിൽറ്റർ കാണാം, അതിൽ ഞെക്കുക. അതിൽ ഏറ്റവും മുകളിലായി ടോപ്പ് മെസ്സേജ് കാണും. ആ ടോപ്പ് മെസ്സേജ് ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾ മെസ്സേജ്, ഇതിലേതെങ്കിലും ഒരെണ്ണം കൊടുത്തിട്ട് ബാക്ക് പോയാൽ നമുക്ക് നമ്മുടെ മെസ്സേജ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ലൈവ് എല്ലാം ശരിയാക്കിയതിന് ശേഷം എൻഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്. ആ ഇൻറ്റു മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ ചിഹ്നം വരും, ക്യാൻസൽ ഓക്കെ എന്ന് വരും. ആ ഓക്കെ അടിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡൺ എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ആ ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് പ്രോസസ്സിംഗ് ആയി. അപ്പോൾ മോഡറേറ്റർ കൊടുക്കുന്നത് നമ്മളെപ്പോഴും അധികം ആൾക്കാരൊന്നല്ല, നമ്മളെപ്പോഴും കൊടുക്കാൻ പാടുള്ളത് സ്റ്റാൻഡേർഡ് മോഡറേറ്റർ മാത്രമാണ്. ഒരിക്കലും മാനേജിങ് മോഡറേറ്റർ നമ്മൾ ആർക്കും കൊടുക്കില്ല. പിന്നെ അങ്ങനെ വിശ്വാസമുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ ചാനലിൻ്റെ മാനേജിങ് മോഡറേറ്റർ സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ചാനൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉയർത്തി കൊണ്ടുവരുമ്പോൾ ആ ചാനൽ കൈകാര്യം ചെയ്യാൻ നമ്മളെ പോലെ തന്നെ മറ്റൊരാൾക്ക് അവകാശം കൊടുക്കുന്നത് സത്യത്തിൽ ആരും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മാനേജിങ് മോഡറേറ്റർ കൊടുക്കൽ കുറവാണ് ആൾക്കാർ. വല്ലപ്പോഴും ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ കൊടുത്തു. അപ്പോൾ തീർച്ചയായും സ്റ്റാൻഡേർഡ് മോഡറേറ്റർ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങൾക്കുള്ള ചെറിയ ചെറിയ ഉത്തരങ്ങൾ ഞാൻ തന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ലൈവ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ബ്ലൂ കൊടുക്കുക. ഇനി ബ്ലൂ കൊടുക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് ഇതൊക്കെ ഒരു ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മെസ്സേജ് സ്റ്റക്കാവും, ആ മെസ്സേജ് എങ്ങനെ തിരിച്ചെടുക്കാമെന്നുള്ള ഒരു ഇതുകൂടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കും ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇത്തരം ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഒരു ബ്ലൂ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടാണ് അവരയച്ചു തന്ന വീഡിയോസ് കൊണ്ടാണ് നമ്മൾ ബ്ലൂ കൊടുക്കാൻ പഠിച്ചത്. അപ്പോൾ ബ്ലൂ കൊടുക്കാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. അവർ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അതങ്ങനെ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ല. പിന്നെ വീഡിയോസ് ഇട്ട് തന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റും ഒക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഞെക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഒച്ചത്തിൽ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.